കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അഹല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂശൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. നെഹമ്യാവിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് ഈ 1-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. പ്രാർത്ഥന നമ്മളിവിടെ പറഞ്ഞില്ല. നെഹമ്യാവ് ആരായിരുന്നു? പേർഷ്യയിലെ ശൂശൻ രാജധാനിയിലെ അഹശ്വേരോശ് രാജാവിൻ്റെ കബ്ബേററായിരുന്നു, പാനപാത്രവാഹകനായിരുന്നു. നല്ല ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. നെഹമ്യാവ് ജനിച്ചതും വളർന്നതുമൊക്കെ ഈ പേർഷ്യയിലായിരുന്നു, യെരുശലേമിലല്ലായിരുന്നു. എന്നാൽ നെഹമ്യാവ് താനായിരിക്കുന്ന സ്ഥാനത്ത് വലിയ പൊസിഷനിലാണ്. രാജധാനിയിൽ രാജാവിൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. നെഹമ്യാവ് രുചിച്ച് നോക്കിയിട്ടാണ് ഈ വൈന് രാജാവിന് കൊടുക്കുന്നത്. അപ്പോൾ രാജാവിൻ്റെ ജീവന് ഈ നെഹമ്യാവ് ഉത്തരവാദിയാണ്. അപ്പോൾ നല്ലൊരു രാജാവുമായിട്ട് നല്ലൊരു ബന്ധത്തിലിരിക്കുന്ന ഒരു മനുഷ്യനാണ് നെഹമ്യാവ്. എന്നാൽ ഈ നെഹമ്യാവ് സ്വന്തം രാജ്യം യെരുശലേമിനെ പറ്റിയുള്ള വിവരം തൻ്റെ സഹോദരങ്ങളോട് അപേക്ഷിച്ചപ്പോൾ, നെഹമ്യാവ് ജനിച്ചതും വളർന്നതും യെരുശലേമിൽ അല്ല എങ്കിലും തൻ്റെ പിതാക്കന്മാരുടെ ദേശത്തെപ്പറ്റി അവരെപ്പറ്റി ഒരു വലിയൊരു മതിപ്പ്, അല്ലെങ്കിൽ അവരെപ്പറ്റി അറിയുവാനുള്ളൊരു ആഗ്രഹം, ഒരു ബേർഡൻ, അവരെ പറ്റിയുള്ളൊരു ബേർഡനൊക്കെ നെഹമ്യാവിന് ഉണ്ടായിരുന്നു. അങ്ങനെ നെഹമ്യാവ് തൻ്റെ പിതാക്കന്മാരുടെ പട്ടണത്തെപ്പറ്റി നെഹമ്യാവ് ചോദിച്ചപ്പോൾ വളരെ കഷ്ടത്തിലായ ഒരു ന്യൂസാണ് കേട്ടത്. അവിടെ പറഞ്ഞത്, അവിടെ നമ്മൾ വായിച്ച പ്രകാരം പറഞ്ഞത്, ആ സ്ഥാനത്ത് ഉള്ളവർ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. മഹാകഷ്ടത്തിലും അപമാനത്തിലുമാണ് ഇരിക്കുന്നത്. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നുവെന്ന് പറഞ്ഞു. തൻ്റെ ദേശത്തെപ്പറ്റി, തൻ്റെ പിതാക്കന്മാരുടെ ദേശത്തെപ്പറ്റി അന്വേഷിച്ചപ്പോൾ തന്നെ ദുഃഖത്തിലാഴ്ത്തിയ വിവരമാണ് നെഹമ്യാവ് അവിടെ കേട്ടത്. അപ്പോൾ യെരുശലേമിൻ്റെ മതിൽ ചുട്ടുകിടക്കുന്നു, പൊളിഞ്ഞു കിടക്കുന്നു. മതിലെന്ന് പറയുന്നത് അത് പ്രൊട്ടക്ഷൻ ഉള്ളതാണ്, ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതാണ്. നമുക്ക് ചുറ്റുമുള്ള മതിലുകളെ, വേലികളെ, അപ്പോൾ ആ ശത്രുക്കൾ ഒരു കടക്കുവാൻ തക്കവണ്ണം ആ മതിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നുവെന്ന് പറഞ്ഞതും തൻ്റെ സഹോദരങ്ങൾ കഷ്ടത്തിലും അപമാനത്തിലുമാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞപ്പോഴും അദ്ദേഹത്തിന് വലിയ ദുഃഖമുണ്ടായി. എന്നാൽ താൻ രാജാവിൻ്റെ കൂടെയുള്ള മനുഷ്യനായതുകൊണ്ട് രാജാവിനോട് ആ മതിൽ പണിയുവാനുള്ള ആഗ്രഹത്തെപ്പറ്റി പ്രകടിപ്പിച്ചപ്പോൾ രാജാവ് അതിന് അനുവാദം കൊടുക്കുകയും ആ മതിൽ പണിയുവാൻ വേണ്ടി നെഹമ്യാവ് യെരുശലേമിലേക്ക്, യഹൂദയിലേക്ക് പോവുകയും ചെയ്തു. എന്നാലും ഈ മതിൽ പണിയുന്ന സമയത്ത് വളരെ പ്രതികൂലങ്ങൾ ഈ നെഹമ്യാവിനും യഹൂദന്മാർക്കും അവിടെ ശേഷിപ്പുള്ള യഹൂദന്മാർക്കും സഹിക്കേണ്ടതായിട്ട് വന്നു. ഈ അവിടെ ഉള്ളവർ നെഹമ്യാവ് യെരുശലേമിനെ ഒരു മനുഷ്യൻ യെരുശലേമിനെ സഹായിക്കുവാൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ യഹൂദന്മാരെ സഹായിക്കുവാൻ വേണ്ടി വരുന്നു, അല്ലെങ്കിൽ അപമാനത്തിലും കഷ്ടത്തിലുമായിരിക്കുന്ന യഹൂദന്മാരെ പിടിച്ച് ഉയർത്തുവാൻ വേണ്ടി ഒരാൾ വരുന്നുവെന്ന് അറിഞ്ഞ് കേട്ടപ്പോൾ ശത്രുക്കൾ അവിടെ തലപൊക്കി. ഏറ്റവും പ്രധാനമായിട്ടുള്ള സൻബല്ലത്തും തോബ്യാവും എന്നു പേരുള്ള 2 പേരായിരുന്നു. അവർ നെഹമ്യാവിൻ്റെ കൂടെ പണി ചെയ്യുന്നവർക്ക് എതിരായിട്ട് അവിടെ പ്രവർത്തിക്കുവാൻ തുടങ്ങി. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഹോരേന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബ്യാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. അപ്പോൾ
സൻബല്ലത്തിനും തോബിയാവിനും നെഹമ്യാവ് ഈ പണി ചെയ്യുവാനായിട്ട് വന്നെന്ന് അറിഞ്ഞത് വളരെ അനിഷ്ടമായി തീർന്നു. അതുതന്നെയല്ല, ഇവരെന്തു ചെയ്തു? ഈ പണി ചെയ്യുന്നവരെ, നെഹമ്യാവിൻ്റെ കൂടെ പണി ചെയ്യുന്നവരെ കൊല്ലുവാൻ അവരാലോചിച്ചു. അതുതന്നെയല്ല, നെഹമ്യാവിനെതിരായിട്ട് അവർ ദുർവർത്തമാനം പ്രചരിപ്പിച്ചു. നെഹമ്യാവിനെതിരായിട്ട് ദുർവർത്തമാനം പ്രചരിപ്പിച്ചു. അതുതന്നെയല്ല, നെഹമ്യാവിനെയും കൊല്ലുവാൻ അവർ ആലോചന കഴിച്ചു. അപ്പോൾ എപ്പോഴും ഇവർക്ക് വേണ്ടി ശത്രുക്കൾ നിമിത്തം അവരെപ്പോഴും അവരെ സൂക്ഷിക്കാൻ വേണ്ടി രാവും പകലും ഒരു കാവൽക്കാരെയാക്കി. ഇതുകൂടാതെ അവിടെ എക്കണോമിക് ക്രൈസിസ് അവരുടെ ഇടയിൽ, ഈ പണി ചെയ്യുവാൻ വന്ന ആൾക്കാർ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ അവർക്ക് എക്കണോമിക് ക്രൈസിസ്, അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. ഈ ശത്രുക്കൾ വളരെ രോഷാകുലരായി, അവർ കോപമുള്ളവരായിത്തീർന്നു യഹൂദന്മാരോടും നെഹമ്യാവിനോടും. അവരവരെ നിന്ദിക്കുവാൻ തുടങ്ങി, പരിഹസിക്കുവാൻ തുടങ്ങി. എത്ര നാൾ കൊണ്ട് ഈ യഹൂദന്മാർ ഈ മതിൽ പണിയുമെന്ന് ഞങ്ങളൊന്ന് കാണട്ടെ, ഈ ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് അവർക്ക് എങ്ങനെ ഇഷ്ടികകൾ ഉണ്ടാക്കുവാൻ കഴിയും, ഈ മതിൽ അവർ പണിയുന്ന മതിലിൽ ഒരു കുറുക്കൻ കയറിയാൽ ഈ മതിൽ ഇടിഞ്ഞ് വീഴും എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഡിസ്കറേജ് ചെയ്യുകയും ഇവരെ അപമാനിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു. അതുതന്നെയല്ല, യഹൂദന്മാർക്കും ഈ മതിൽ പണിയുന്നവർക്കും എതിരെ അവർ യുദ്ധം ചെയ്യുവാനൊക്കെ, ഈ ശത്രുക്കളെ യുദ്ധം ചെയ്യുവാനൊക്കെ ആലോചന കഴിച്ചു. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ നെഹമ്യാവ് 52 ദിവസം കൊണ്ട് ഈ മതിലിൻ്റെ പണി തീർത്തു. വെറും 52 ദിവസം കൊണ്ട് മതിലിൻ്റെ പണി തീർത്തു. ഈ ശത്രുക്കൾ ഇവർക്കെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ നെഹമ്യാവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നെഹമ്യാവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് സൈലൻറ്റ് പ്രയേഴ്സായിരുന്നു. അതുകൂടാതെ വെറും കമ്പി വാചകങ്ങളിലുള്ള എമർജൻസി പ്രയേഴ്സ്, കമ്പി വാചകങ്ങളിലുള്ള പ്രയേഴ്സായിരുന്നു. അതായത് ടെലഗ്രാം, നമ്മൾ പണ്ടൊക്കെ ടെലഗ്രാം അടിക്കും, 1-2 സെൻറ്റൻസിലൊക്കെ ടെലഗ്രാം അടിക്കാറുണ്ടായിരുന്നു. അതുപോലെ ടെലഗ്രാം പ്രയേഴ്സായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥന ഈ ശത്രുക്കളുടെ നടുവിൽ അവന് അധരം തുറന്നൊന്നും പ്രാർത്ഥിക്കാനൊന്നും പറ്റുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയും വെറും 52 ദിവസം കൊണ്ട് ശത്രുക്കളുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ ആ മതിലിൻ്റെ പണി വളരെയധികം മുന്നോട്ട് കൊണ്ടുപോവുകയും ആ പണി തീർക്കുവാൻ നെഹമ്യാവിനും കൂട്ടർക്ക് കഴിയുന്നതായിട്ട് നമ്മൾ ഈ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ ചെറിയ 1-2 സെൻറ്റൻസിൽ മാത്രമേ നെഹമ്യാവിടെ പ്രാർത്ഥിക്കുന്നുള്ളൂ? അപ്പോൾ തൻ്റെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. തന്നെയും തൻ്റെ ഹൃദയത്തെയും കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ അറിയാം. വെറും സൈലൻ്റായിട്ട് അവിടെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന എന്തുകൊണ്ടാണ് ദൈവം കേട്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വിചാരിക്കും നീണ്ട പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ എടുത്തിട്ട് സാധാരണ കുറേ നേരം നമ്മൾ പബ്ലിക് പ്രേയേഴ്സ് നമ്മളങ്ങ് പ്രാർത്ഥിക്കാറുണ്ട്. ആ വിഷയത്തെപ്പറ്റി അതിനോട് ബന്ധപ്പെട്ട വാക്യങ്ങളൊക്കെ അതൊക്കെ നല്ലതാണ്. ബന്ധപ്പെട്ട വാക്യങ്ങളും ഒക്കെ ചേർത്ത് നമ്മൾ ചിലപ്പം ദൈവത്തെ കർത്താവിനെ തന്നെ നമ്മളങ്ങ് പഠിപ്പിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നീണ്ട പ്രാർത്ഥന ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ വലിയൊരു കാര്യത്തിൽ ഇവർ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിലും ചെറിയ കമ്പി വാചകങ്ങളിലെ പ്രാർത്ഥനയാണ് നെഹമ്യാവ് ഇവിടെ പ്രാർത്ഥിച്ചതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം നെഹമ്യാവിനറിയാം തൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന ഈ നെഹമ്യാവ് ഈ സംഭവം അറിഞ്ഞപ്പോൾ നെഹമ്യാവ് നമ്മൾ വായിച്ചല്ലോ, നെഹമ്യാവ് ദുഃഖിച്ചു, കരഞ്ഞു. ഇതറിഞ്ഞ് അവനും വിഷമം തോന്നി. തൻ്റെ ദേശത്തിലുള്ളവരോട് താനും താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവർ അപമാനത്തിലും കഷ്ടത്തിലും ആയിരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തനിക്കും ദുഃഖം തോന്നി. അത് ദുഃഖിക്കുകയും കരയുകയും ചെയ്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവന് മനസ്സിലായി ഈ പ്രോബ്ലത്തെ ഫേസ് ചെയ്യാൻ അവനെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ സകലതും കഴിയാവുന്ന ദൈവത്തെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവന് ബോധ്യമുണ്ടായിരുന്നു. 1-ാം അധ്യായത്തിൻ്റെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ പറയുന്നത് അതിൻ്റെ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്നു കരഞ്ഞു, കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. കണ്ടോ, കുറേ നാൾ ദുഃഖിച്ചു, കരഞ്ഞു ഇരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോടെ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. അപ്പോൾ എന്നാണ് ഈ വിവരം അറിഞ്ഞത് ഇവിടെ എഴുതിയത് കിസ്ലേവ് മാസത്തിൽ ആണ്.
ഈ കിസ്ലേവ് മാസം എന്ന് പറയുന്നത് അവിടുത്തെ 9ാമത്തെ മാസമാണ്. അതായത് നവംബർ ഡിസംബർ മാസം, നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറിലെ നവംബർ ഡിസംബർ മാസം, ആ മാസത്തിലാണ് അദ്ദേഹം ഈ വിവരം അറിയുന്നത്. അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം ദുഃഖിച്ചു, കരഞ്ഞു, ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ കിടക്കുന്നു. അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ചു വിവരം അറിഞ്ഞപ്പോൾ. എന്നിട്ട് അതിൻ്റെ 6ാം വാക്യത്തിൽ അവിടെ കിടക്കുന്നുണ്ട്, രാവും പകലും നിൻ്റെ മുൻപാകെ, രാവും പകലും ഈ വിഷയമോർത്ത് ദൈവം മുൻപാകെ പ്രാർത്ഥിച്ചതായി ഇവിടെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് അവിടെ 1-ാം അധ്യായത്തിൻ്റെ 6ാം വാക്യത്തിൽ അദ്ദേഹം എന്തോ സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ അവിടെ എഴുതിയിരിക്കുന്നത് മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആ ശ്രേഷ്ഠത അവിടെ മനസ്സിലാക്കി ആ മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദയയും വിശ്വസ്തയുമുള്ള ദൈവത്തോടെ മഹാനും ഭയങ്കരനുമായ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ വിഷയത്തെ സമർപ്പിക്കുന്നു. അതിനുശേഷം അവിടെ എഴുതിയിരിക്കുന്നത് രാവും പകലും അവൻ പ്രാർത്ഥിച്ചു. അങ്ങനെ തന്നെ പിന്നെ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? തൻ്റെ പാപത്തെയും തൻ്റെ ദേശം ചെയ്തു പോയ, സ്വന്തം ജനങ്ങൾ ചെയ്തു പോയ പാപത്തെയും ഏറ്റു പറഞ്ഞുകൊണ്ട് നെഹമ്യാവോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കും 1-ാം അധ്യായത്തിൻ്റെ 6ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിൻ്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിൻ്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിൻ്റെ ചെവി ചായ്ച്ചു നിൻ്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പൃഥുഭവനവും പാപം ചെയ്തിരിക്കുന്നു. തൻ്റെ പൃഥുഭവനത്തിൻ്റെ പാപത്തെയും ഏറ്റു പറഞ്ഞുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നമുക്ക് 7-ാം വാക്യം തൊട്ട് താഴോട്ട് കാണുന്നത് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തത്തെ, പ്രോമിസിനെ ദൈവത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ തെറ്റ് ചെയ്താൽ നീ ഞങ്ങളെ മറ്റു ദേശങ്ങളിലേക്ക് ചിതറിച്ച് കളയുമെന്നു, എന്നാൽ നിൻ്റെ കൽപ്പനകളെ ഞങ്ങൾ അനുസരിച്ച് നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ തിരികെ വന്നാൽ നിൻ്റെ ദേശത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് യെരുശലേമിലേക്ക് ഞങ്ങളെ തിരികെ കൊണ്ടുവന്ന് പാർപ്പിക്കുമെന്ന് നീ ഞങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞ് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ദൈവത്തോടെ ദൈവം തന്നിരിക്കുന്ന പ്രോമിസിനെ നമുക്ക് ഓർമ്മിപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട ദൈവവചനത്തെ ഓർമ്മിപ്പിച്ച് ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസ്തനായ ദൈവം ആ പ്രോമിസിനെ ഓർത്ത് നമുക്ക് വേണ്ടി മറുപടി തരും. അതുപോലെ നെഹമ്യാവ് അതിനെ ഓർത്ത് ആ പ്രോമിസിനെ ദൈവത്തെ ഓർത്ത് അവിടെ പ്രാർത്ഥിക്കുന്നു. അവസാനം ഈ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ എന്ന് അവിടെ എനിക്ക് ഈ മനുഷ്യൻ്റെ മുമ്പ്, അതായത് ഈ രാജാവ് അനുവദിക്കണം, ഈ രാജാവിൻ്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കണം, ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കണമെന്ന് അവിടെ നെഹമ്യാവ് അവിടെ പ്രാർത്ഥിക്കുന്നു. നെഹമ്യാവ് അങ്ങനെ ഈ രാജാവിൻ്റെ ദയയ്ക്ക് വേണ്ടി ദൈവത്തോട് സ്പെസിഫിക്കായിട്ട് പറയുകയാണ്. നെഹമ്യാവിടെ ഉപവസിച്ചും കരഞ്ഞും കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സ്പെസിഫിക്കായിട്ട് തൻ്റെ വിഷയം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയുകയാണ്, ഈ രാജാവിൻ്റെ മുമ്പിൽ എനിക്ക് ദയ ലഭിക്കണം. അങ്ങനെ നെഹമ്യാവ് പറയുവാൻ പ്രത്യേക കാരണമുണ്ട്. ഒരിക്കൽ ഈ യെരുശലേമിൻ്റെ മതിലിൻ്റെ പണി തുടങ്ങിയപ്പോൾ ഈ അഹശ്വേരോശ് രാജാവാണ് അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത്. എങ്കിൽ ആ അന്നത്തെ ഓർഡറിനെ റിവേഴ്സ് ചെയ്ത് അത് വീണ്ടും പണിയണമെങ്കിൽ ഈ രാജാവ് തന്നെ അനുവദിച്ചാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ നെഹമ്യാവ് പറയുന്നു, ഈ മനുഷ്യൻ്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ എന്ന് പറയുന്നു. ഞാൻ രാജാവിൻ്റെ പാനപാത്ര വാഹകനാകുന്നുവല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഏതാണ്ട് 4 മാസക്കാലം ഈ നെഹമ്യാവ് പ്രാർത്ഥിച്ചു. കാരണം നീസാൻ മാസം എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ, നീസാൻ മാസമാണ് അവരുടെ കലണ്ടറിലെ 1-ാമത്തെ മാസം, ആബീബ് മാസം. ആ മാസത്തിൽ അവർ രാജധാനിയിലായിരിക്കുമ്പോൾ, രാജാവിൻ്റെ അടുക്കലായിരിക്കുമ്പോൾ
ഈ 4 മാസക്കാലം അവൻ പ്രാർത്ഥിച്ചു. 4 മാസം കഴിഞ്ഞപ്പോഴാണ് രാജാവ് ഈ വിഷയവും രാജാവിനോട് ഈ വിഷയം അല്ലെങ്കിൽ രാജാവ് ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുവാൻ ഒരവസരം കൊടുക്കുന്നത്. അത് അവൻ അങ്ങോട്ട് പറയുകയല്ലായിരുന്നു, ആ വിഷയം പറയുവാൻ തക്കമുള്ള രാജാവാണ് അവൻ അവസരം കൊടുത്തത്. നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവൻ്റെ സന്നിധിയിൽ രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തേ? നിനക്ക് ദീനം ഒന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. രാജാവ് അങ്ങോട്ട്, നിൻ്റെ മുഖം സാധാരണ രാജാവിൻ്റെ കൂടെ ഉള്ളവർ എപ്പോഴും നല്ല സന്തോഷമായിട്ട് നല്ല പ്ലസൻ്റായിട്ടൊക്കെ ഇരിക്കേണ്ടവരാണ്. എന്നാൽ രാജാവിന് വൈൻ പകർന്നു കൊടുക്കുന്ന ഈ നെഹമ്യാവ് ഒരിക്കൽ പോലും ദുഃഖത്തിലായിരുന്നിട്ടില്ല, ദുഃഖമുഖം കാണിച്ചിട്ടില്ല. അങ്ങനെ ദുഃഖമുഖത്തോടുകൂടി അവർക്ക് അവിടെ ഇരിക്കുവാൻ പറ്റുകയില്ല, രാജാവിന് മുമ്പിൽ നിൽക്കുവാൻ പറ്റുകയില്ല. എന്നാൽ വളരെ കുണ്ഠിതനായിട്ടാണ് നെഹമ്യാ അപ്പോൾ നിന്നത്. എന്നാൽ രാജാവ് അത് മനസ്സിലാക്കി അവനോട് പറയുന്നു, നീ ഇത് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ, നിനക്ക് ദീനം ഒന്നുമില്ലല്ലോ, പിന്നെ എന്താണ് നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ന് രാജാവ് അങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോൾ അവന് മറുപടി പറയുന്നു, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടും വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. എൻ്റെ പിതാക്കന്മാരുടെ പട്ടണം എന്നാണ് പറഞ്ഞത്, യെരുശലേം എന്ന് അവൻ അവിടെ പറയുന്നില്ല. കാരണം യെരുശലേമിൽ അന്ന് മതിൽ പണിഞ്ഞപ്പോൾ നേരത്തെ ഈ രാജാവ് അത് നിർത്തിച്ചതാണ്, അതുകൊണ്ട് അവൻ യെരുശലേം എന്ന് പറയുന്നില്ല. എൻ്റെ പിതാക്കന്മാരുടെ പട്ടണം ഇങ്ങനെ വെന്ത് നശിച്ച് കിടക്കുമ്പോൾ എൻ്റെ മുഖം എന്തുകൊണ്ട് വാടാതിരിക്കണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ രാജാവ് തന്നെ അവനോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? നിൻ്റെ അപേക്ഷ എന്തെന്ന് ചോദിച്ചു. എന്താണ് നിൻ്റെ അപേക്ഷ? നിനക്ക് എന്താണ് വേണ്ടിയെന്ന് രാജാവ് അവനോട് ചോദിക്കുന്നു. അപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒന്നാമതായിട്ട് രാജാവിനോട് അവൻ്റെ അപേക്ഷ പറയുന്നതിന് മുമ്പായിട്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചതെന്ന് ഇവിടെ എഴുതിയിട്ടില്ല, എന്നാൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അവൻ പറയുന്നു, എനിക്ക് എന്നോട് ദയ കാണിച്ച് എന്നെ പിതാക്കന്മാരുടെ പട്ടണത്തിലേക്ക്, ആ പട്ടണത്തിന് മതിൽ പണിയുന്നതിന് എന്നെ അയക്കണമേ എന്ന് പറഞ്ഞു. ഇതെങ്ങനെയാണ് എങ്ങനെയാണ് രാജാവിനോട് ഇന്ന് എനിക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നാളെ എനിക്ക് പറയാൻ പറ്റും എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരുന്നു ഇത്. പക്ഷേ എന്നും ഈ രാജാവിൻ്റെ മുമ്പിൽ പാനപാത്ര വാഹനായി നെഹമ്യാവ് നിന്നിരുന്ന, എന്നാലും ദൈവം രാജാവ് തന്നെ നെഹമ്യാവിനോട് ചോദിക്കുവാനുള്ള അവസരം കൊടുത്തു. എന്നിട്ട് രാജാവിൻ്റെ ഭാര്യയൊക്കെ ചോദിച്ചു, നിനക്ക് എത്ര നാൾ അവധി വേണം, അവിടെ പോയി ഈ കാര്യം തീർക്കുവാൻ നിനക്ക് എത്ര നാൾ അവധി വേണമെന്നൊക്കെ ചോദിച്ചു. അതിനുശേഷം രാജാവ് അവരെ യെരുശലേമിലേക്ക് കടത്തി വിടുവാൻ തക്കവണ്ണമുള്ള ലെറ്റേഴ്സ്, ദേശാധിപതിന്മാർക്കുള്ള ലെറ്റേഴ്സ് കൊടുത്തു. അവന് പാർക്കുവാനുള്ള ഭവനം പണിയേണ്ടതിന്, മരം മുറിക്കേണ്ടതിന് വനപാലകർക്കുള്ള ലെറ്റർ കൊടുത്തു. എല്ലാം കൊടുത്ത് ഈ നെഹമ്യാവിനെ യെരുശലേമിലേക്ക് അയച്ചു. നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. അവൻ എഴുതിയിരിക്കുക, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അവനൊരു 4 മാസക്കാലമാണ് അവൻ രഹസ്യമായി അവൻ ഈ വിഷയം അറിഞ്ഞപ്പോൾ 4 മാസക്കാലം അവൻ ദൈവസന്നിധിയിൽ അവൻ്റെ വിഷയത്തെ കരഞ്ഞു ഉപവസിച്ചും കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ അവനങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു 4 മാസക്കാലം. എന്നാലും നമ്മൾ നോക്കുമ്പോൾ ഈ പണി നടക്കുന്ന സമയത്തെ അവന് പ്രാർത്ഥിക്കുവാൻ അങ്ങനെ ഒരു നീണ്ട പ്രാർത്ഥനയുടെ ആവശ്യം അന്ന് വന്നില്ല. എന്നാൽ പണി നടക്കുന്ന സമയത്ത് അവൻ്റെ പ്രാർത്ഥന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും ചെറിയ ഏതാനും കമ്പിവാചകങ്ങളിൽ മാത്രമായിരുന്നു. എങ്ങനെയായിരുന്നു അന്ന് അവൻ പ്രാർത്ഥിച്ചത്? ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ, ഞങ്ങൾ നിന്ദരായിരിക്കുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളോട് എൻ്റെ ദൈവമേ ഈ ജനത്തിനു വേണ്ടി ചെയ്യുന്നതൊക്കെയും നന്മയ്ക്കായിട്ട് നീ ഓർക്കണമേ, ദൈവമേ ഓർക്കണമേ എന്ന് ഒരു 7 പ്രാവശ്യം പ്രാർത്ഥിക്കും. ദൈവമേ നന്മയ്ക്കായിട്ട് നീ ഓർക്കണമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്യുന്നതെല്ലാം നീ ഓർക്കണമേ, സൻബത്തും തോബ്യാവും ചെയ്ത പ്രവൃത്തികൾ നിമിത്തം നീ അവരെ ഓർക്കണമേ, നിൻ്റെ മഹാദയപ്രകാരം എന്നോട് കനിവ് തോന്നണമേ
ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചത്. വെറുതെ ഒറ്റ വാചകങ്ങളിലുള്ള പ്രാർത്ഥന. ദൈവമേ, എനിക്ക് നന്മയ്ക്കായി എല്ലാം നീ ചെയ്യണമേ, എന്നോട് ദയ കാണിക്കണമേ. ഇങ്ങനെയൊക്കെയാണ്, ഇത്രയും പ്രാർത്ഥനയെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നന്മയ്ക്കായി നീ ഓർക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന 7 പ്രാവശ്യം അവനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇങ്ങനത്തെയുള്ള കമ്പിവാചകങ്ങളുള്ള പ്രാർത്ഥനയായിരുന്നു നെഹമ്യാവിൻ്റെ അവൻ ഈ മതിൽ പണിയുന്ന സമയത്ത്. എന്നാൽ അതിന് മുന്നായി ഒരു 4 മാസക്കാലം അവനൊരു ഒരു നീണ്ട പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയാണ് ഈ മതിൽ പണിയുന്ന സമയത്ത് ശത്രുക്കളുടെ മുമ്പാകെ നിൽപ്പാൻ അവനെ സഹായിച്ചത്. ആ പ്രാർത്ഥന കൊണ്ടാണ് ആ പ്രയാസ സമയത്ത് ഒരു നീണ്ട പ്രാർത്ഥനയുടെ അവിടെ ആവശ്യം വന്നില്ല. ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രതികൂല സാഹചര്യങ്ങൾ ദൈവം അവനോട് കൂടെ ഇരുന്ന് ആ പണി പൂർത്തിയാക്കുവാൻ നെഹമ്യാവിനെ സഹായിച്ചു. ഈ പണിയുടെ സമയത്ത് ഈ പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും 52 ദിവസം കൊണ്ട് ഈ മതിൽ പണി തീർന്നതെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അവൻ ആദ്യം തന്നെ രാജാവ് ചെയ്തു തന്നാലേ ഇത് നടക്കുകയുള്ളെന്ന് അവനറിയാമായിരുന്നു. എങ്കിലും രാജാവായ ദൈവത്തിൻ്റെ മുമ്പിലാണ് അവൻ്റെ പ്രശ്നം അവൻ ആദ്യമേ പരിഹരിച്ചത്. ആ ദൈവത്തിൽ കൂടി മാത്രമേ, ആ ദൈവം സംസാരിച്ചെങ്കിൽ മാത്രമേ, ആ രാജാവായ ദൈവം ഈ ഭൂമിയിലെ രാജാവിനോട് ഇടപെട്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളെന്ന് അവൻ അറിയാമായിരുന്നത് കൊണ്ടാണ് ആദ്യമേ ദൈവസന്നിധിയിൽ അവൻ കടന്നു ചെന്നത്. ആദ്യമേ ദൈവത്തോടാണ് അവൻ പ്രാർത്ഥന കഴിച്ചത്. നമുക്കറിയാം, സ്വർഗത്തിലെ ദൈവത്തോടെ രഹസ്യമായിട്ടുള്ള പ്രാർത്ഥന അതിരാവിലെ സമയത്ത് തന്നെ നമ്മുടെ പ്രവർത്തികളുടെ എല്ലാം ആദ്യമേ തന്നെ ദൈവത്തിന് മുൻപാകെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം അതിന് നമുക്ക് മറുപടി തരും. ഇവിടെ നമുക്ക് നമ്മുടെ രഹസ്യ പ്രാർത്ഥനയെ രാജാവ് ഈ നെഹമ്യാവ് ഈ പ്രാർത്ഥിച്ചത് ആരും അറിഞ്ഞില്ല. രാജാവ് തന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുതന്നെയല്ല, 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നെഹമ്യാവ് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ യെരുശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. 4 മാസക്കാലം അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ എന്ത് ലഭിച്ചു? യെരുശലേമിൽ ചെയ്യേണ്ട എന്തെല്ലാമാണ് ദൈവം ആ 4 മാസക്കാലം ആരും അറിയാതെ ഈ വിഷയം ദൈവസന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ, അവൻ രാവും പകലും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൻ ആഗ്രഹിച്ച് അവൻ എന്തിനു വേണ്ടി കരഞ്ഞോ ആ കാര്യം തന്നെ ദൈവം അവനെ ഭരമേൽപ്പിച്ചിട്ട് അത് എങ്ങനെ ചെയ്യണമെന്നുള്ള ആലോചനയും ദൈവം അവന് കൊടുത്തു. അതുകൊണ്ടാണ് അവനിവിടെ പറയുന്നത്, യെരുശലേമിൽ ചെയ്യുവാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ തോന്നിച്ചിരുന്നത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നുവെന്ന്. അപ്പോൾ ഈ രഹസ്യ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരവ് അവനോട് കൂടെ ഇരുന്ന് ആ പ്രാർത്ഥനയ്ക്ക് ആ പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ദൈവം മറുപടി കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവ് തന്നെ നമ്മുടെ ഈ രഹസ്യ പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യതാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. കർത്താവ് ആണിത് പറഞ്ഞത്. രഹസ്യ പ്രാർത്ഥനയെപ്പറ്റിയാണ് ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് പിതാവിനോട് കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ എന്താണ് പറയുന്നത്? കാരണം ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തെ കാണുകയും അറിയുകയും ചെയ്യുന്ന ദൈവം നമ്മുടെ സിൻസിയറായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ളതാണ്. നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ വേദപുസ്തകം നന്നായിട്ട് കർത്താവ് ഇങ്ങനെ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അവന് അതിരാവിലെ സമയത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ തനിയെ പോയി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കാനായി പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് പ്രാർത്ഥിക്കാനായി തനിയെ മലയിൽ പോയി പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അതുതന്നെയല്ല, കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പായിട്ട് ഗത്സമന തോട്ടത്തിൽ തനിയെ ഇരുന്നു കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു.
അതുതന്നെയല്ലേ ശിഷ്യൻ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായി ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 12-13 വാക്യത്തിലുണ്ട്, അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ചെന്ന് ശിഷ്യന്മാരെ 12 പേരെ വിളിച്ച് അവരെ അപ്പോസ്തലന്മാരായിട്ട് ദൈവം തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവത്തിന് വേറിട്ട് പ്രാർത്ഥിക്കുന്ന, നമ്മുടെ കർത്താവിന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം, തനിച്ച് നിർജ്ജന പ്രദേശത്ത് ഏകനായി പുരുഷാരത്ത് മാറി നിന്നെല്ലാം കർത്താവ് പ്രാർത്ഥിക്കുന്ന സുവിശേഷങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെയൊക്കെ റിസൾട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ പടക്, ശിഷ്യന്മാരുടെ പടക് തകരുന്നതിന് മുമ്പേ വെള്ളത്തിൽ കാറ്റും കോളും കൊണ്ട് ആഞ്ഞടിക്കുന്നതിന് മുമ്പായി യേശു തനിയായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. എന്നിട്ട് കർത്താവ് അവരെ സഹായിക്കുവാനായിട്ട് അവിടെ ചെല്ലുന്നുണ്ട്. എല്ലാത്തിനും കർത്താവിൻ്റെ ഏത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ടും കർത്താവ് ഏകനായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? വലിയ പുരുഷാരം കർത്താവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടിയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ഒരു നീണ്ട തനി ഏകനായിരുന്നു പ്രാർത്ഥിക്കുന്നത് പോലെ ഒന്നും ഒരു നീണ്ട പ്രാർത്ഥനയുടെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു. നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ വരണ്ട കൈയുള്ള മനുഷ്യൻ വന്നപ്പോൾ കൈ നീട്ടുക എന്ന് മാത്രമേ പറഞ്ഞപ്പോൾ അവൻ കൈ നീട്ടുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവൻ കൈ നീട്ടുകയിൽ തന്നെ അവന് സൗഖ്യം വന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അശുദ്ധാത്മാവിനെ കണ്ടപ്പോൾ അതിനെ ശാസിച്ചിട്ട് മിണ്ടരുത്, അവനെ വിട്ടുപോ എന്നുള്ളൊരു വാക്യം പറഞ്ഞപ്പോൾ തന്നെ അശുദ്ധാത്മാവ് വിട്ടുപോകുന്നതായിട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. അതുപോലെ പക്ഷപാതക്കാരനോട് പറഞ്ഞ് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ പക്ഷപാതക്കാരൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോഴും 4 അപ്പം കൊണ്ട് 7000 പേരെ പോഷിപ്പിച്ചപ്പോഴും കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തെ വാഴ്ത്തുകയാണ് ചെയ്തത്. ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പായി ദൈവത്തെ സ്തോത്രം ചെയ്യുക. ദൈവമേ, നീ എൻ്റെ അപേക്ഷ കേട്ടു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെയൊന്നും ഒരു നീണ്ട പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിക്കുന്നില്ല. കാരണം അവൻ്റെ രഹസ്യ പ്രാർത്ഥന അത്രമാത്രം വലുതായിരുന്നു. ഇവിടെ ഒരു ദൈവമനുഷ്യനായ ലിയോണാർഡ് റാവൻഹിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദ സീക്രറ്റ് ഓഫ് പ്രേയിങ് ഈസ് പ്രേയിങ് ഇൻ സീക്രറ്റ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ രഹസ്യ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നതിൻ്റെ രഹസ്യ പ്രാർത്ഥന നമുക്കുണ്ടെങ്കിൽ നാം അറിയാതെ നമ്മുടെ ഉള്ളം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കും. പ്രാർത്ഥിക്കുന്നതിൻ്റെ രഹസ്യ പ്രാർത്ഥന എന്നാണ് എഴുതിയിരിക്കുന്നത്. നാം എത്രയെല്ലാം പുറമേ നാം നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ദൈവമായിട്ട് നാം ഒരു സംസർഗത്തിൽ തനിയെ നമ്മൾ ഇരിക്കുന്നില്ല എങ്കിൽ അതിന് വലിയ പ്രയോജനമില്ല എന്ന് E.M. ബൗൺസ് പ്രാർത്ഥനയെപ്പറ്റി പല പുസ്തകങ്ങൾ എഴുതിയ E.M. ബൗൺസ് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, പബ്ലിക് പ്രേയേഴ്സ് ആർ ഓഫ് ലിറ്റിൽ വർത്ത് unless they are founded on or followed up by private praying. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രഹസ്യ പ്രാർത്ഥന കൊണ്ടുള്ള ഉപയോഗങ്ങൾ. നമ്മുടെ രഹസ്യ പ്രാർത്ഥനകൾ അത് വലുതായിരിക്കുമ്പോൾ നമുക്ക് പരസ്യമായി വളരെയധികം നീണ്ട ഒരു പ്രാർത്ഥന, കാരണം നമ്മളെല്ലാം കർത്താവിനോട് അതിരാവിലെ സമയത്ത് ഏകരായി ഇരിപ്പും രാത്രിയുടെ യാമങ്ങളിലൊക്കെ നമ്മൾ എഴുന്നേറ്റ് ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ ആവലാതികളെയൊക്കെ പറയുമ്പോൾ ദൈവം ഓൾറെഡി നമുക്കതിനെല്ലാം മറുപടി തന്നു കഴിയും. അപ്പോൾ നമ്മുടെ ഈ നെഹമ്യാവിൻ്റെ 4 മാസത്തെ പ്രാർത്ഥനയാണ് വളരെ വിജയകരമായി ആ മതിൽ പണിയുവാൻ നെഹമ്യാവിനെ സഹായിക്കുകയും ശത്രുക്കളുടെ മുമ്പിൽ അവനെ പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ ഒരു നീണ്ട പ്രാർത്ഥനയുടെ ആവശ്യമില്ലാതെ ചുരുക്കം പ്രാർത്ഥന ദൈവത്തോടെ തന്നെ ഹൃദയത്തെ പകരുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ രഹസ്യ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണ്? രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസിയെ കാണിക്കുന്നതാണ്, ദൈവവുമായിട്ടുള്ള ആ നമ്മുടെ സ്നേഹബന്ധത്തെ കാണിക്കുന്നതാണ്, ദൈവത്തിലുള്ള ആശ്രയത്തെ കാണിക്കുന്നതാണ്, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ കാണിക്കുന്നതാണ്, ദൈവം മുമ്പാകെ നമ്മുടെ താഴ്മയെ കാണിക്കുന്നതാണ് ഈ രഹസ്യ പ്രാർത്ഥന. ദൈവമായിട്ട്
തനിയെ ഇരിക്കണമെന്നുള്ള നമ്മുടെ പാഷനെ കാണിക്കുന്നതാണ്. നമ്മുടെ എല്ലാ ഫീലിങ്സും ദൈവമുമ്പാകെ ഈ സമയം ഇറക്കി വെക്കാം. നമ്മുടെ ആവലാതികൾ ദൈവത്തോടെ പറയാം. നമ്മുടെ കുറവുകൾ ദൈവസന്നിധിയിൽ സമ്മതിക്കാം. നമുക്ക് വന്ന വീഴ്ചകൾ ദൈവത്തോടെ പറയാം. നമ്മുടെ ദേഷ്യ സ്വഭാവങ്ങളെ, നമുക്ക് ക്ഷമിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെ, നമ്മുടെ ബലഹീനതകളെ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തെ മുറ്റുമായി ദൈവസന്നിധിയിൽ ഈ രഹസ്യ പ്രാർത്ഥനയിൽ നമുക്ക് പറയുവാൻ കഴിയും. നമ്മുടെ ഹൃദയത്തെ മുറ്റുമായി നമുക്ക് സമർപ്പിക്കുവാൻ കഴിയും. അങ്ങനെ നമ്മുടെ ഭാരത്തെ ഈ രഹസ്യ പ്രാർത്ഥനകളിൽ നാം ഇറക്കി വെക്കുമ്പോൾ നമുക്ക് സമാധാനം ലഭിക്കുകയും ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലെ പകരുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മുടെ ആത്മാവ് ദൈവത്തോട് സംസാരിക്കും. ഹൃദയം തുറന്ന് ദൈവത്തോട് നമുക്ക് സംസാരിക്കുവാൻ കഴിയും. നമുക്ക് വരുവാനുള്ള കാര്യങ്ങളെ, നമ്മൾ ചെയ്യുവാനുള്ള കാര്യങ്ങളെ ദൈവം നമുക്ക് കാണിച്ചു തരും. അത് എങ്ങനെ ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജി ദൈവം നമുക്ക് പറഞ്ഞു തരും. അതാണ് നെഹമ്യാവിന് ലഭിച്ചത്. അത് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ ആരോടും പറഞ്ഞില്ല എന്ന് നെഹമ്യാവ് അവിടെ പറയുന്നുണ്ട്. നമ്മളെ ദൈവം ഓരോ മിഷൻസ്, ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ ഓരോ ദർശനങ്ങൾ ദൈവം നമുക്ക് തരും. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ദൈവത്തിൻ്റെ വഴി ദൈവം നമുക്ക് കാണിച്ചു തരും. നമ്മുടെ ആത്മീകമായി നമ്മൾ ശക്തി പ്രാപിക്കും. ശത്രുവിൻ്റെ പ്രവർത്തനത്തെ നേരത്തെ തന്നെ ദൈവം നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അതിന് എതിരായി നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ശത്രുവിന് തീയമ്പുകളെ നമുക്ക് കെടുക്കുവാൻ കഴിയും. അങ്ങനെ രഹസ്യ പ്രാർത്ഥനയിൽ കൂടെ നമുക്ക് ആത്മീകമായ വളർച്ച ഉണ്ടാകുകയും നമ്മൾ ആത്മീകമായി വളരുകയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും ദൈവത്തോടെ ഉള്ള സ്നേഹബന്ധത്തിലും വളർച്ചയിൽ നാം ആയിത്തീരുകയും ചെയ്യും. അങ്ങനെ ഈ സീക്രട്ട് പ്രയറിലൂടെ നാം ദൈവവുമായിട്ട് നാം ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ പബ്ലിക് പ്രയർ എന്ന് പറയുന്നത് ആ സീക്രട്ട് പ്രയറിൻ്റെ ഒരു എക്സ്റ്റൻഷനായി തീരും. അതുപോലെ തന്നെ നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവം അതിന് മറുപടി തരികയും പരസ്യമായി നമ്മൾ രഹസ്യമായി കർത്താവിനോട് പറയുന്ന കാര്യങ്ങൾക്ക് പരസ്യമായി ദൈവം നമുക്ക് മറുപടി തരികയും നമ്മളെ മാനിക്കുകയും ദൈവം തരും. നമ്മുടെ വിശ്വാസം ദൈവം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവാണ് അതിന് ഏറ്റവും വലിയ മോഡൽ. കർത്താവിൻ്റെ പ്രാർത്ഥന കണ്ടുകൊണ്ടാണ് ശിഷ്യന്മാരവർ എഴുന്നേൽക്കുമ്പോൾ കർത്താവിനെ കാണത്തില്ല. അവർ ചിലപ്പം കർത്താവ് നോക്കുമ്പോൾ കർത്താവ് തനിയെ പോയിരുന്നു പ്രാർത്ഥിക്കുന്നു. അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവ് കൂടിയില്ല, നോക്കുമ്പോൾ അതിരാവിലെ കർത്താവ് എഴുന്നേറ്റ് പോയി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക നമുക്ക് ചെയ്യാം. പബ്ലിക് പ്രയർ ചെറിയതായിരിക്കണം, അല്ലെ നീണ്ട പ്രയർ അരുത് എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ സീക്രട്ട് പ്രയറിന്, അതിൻ്റെ രഹസ്യ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പബ്ലിക് പ്രയറും അർത്ഥവത്തായിട്ടുള്ളതായിട്ട് തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശോധന ചെയ്യാൻ നെഹമ്യാവിൻ്റെ 4 മാസക്കാലം പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം തന്നെ അവൻ്റെ വിഷയത്തെ അവതരിപ്പിക്കാൻ ദൈവം തന്നെ അങ്ങോട്ട് അവസരം രാജാവിൽ കൂടി ഒരുക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ രഹസ്യമായി ദൈവത്തുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാം. എങ്ങനെയുണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ, എങ്ങനെയുണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം? നമുക്ക് രഹസ്യ പ്രാർത്ഥന എന്നൊന്നുണ്ടോ? അതോ നമ്മൾ ഒരുമിച്ച് പള്ളിയിൽ പോകുമ്പോൾ കൂട്ടായ്മ ആചരിക്കുമ്പോഴുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ? അങ്ങനെയുള്ളവരെ ഇനി ഇതൊന്ന് പിന്തുടരുക. ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ദൈവം മറുപടി തരും. ദൈവത്തോടുള്ള കൂടുതലായിട്ടുള്ള സഖിത്വത്തിലും ബന്ധത്തിലും അതുമൂലം നിങ്ങളായിത്തീരും. ദൈവത്തോടുള്ള സഹവാസത്തിൽ ദിനംതോറും ജീവിക്കുവാൻ അതുമൂലം ദൈവം നിങ്ങളെ സഹായിക്കും. അതുമല്ല, നമ്മൾ ആത്മീയമായി വളർച്ച പ്രാപിക്കുക, മറ്റുള്ളവർക്ക് നാം അനുഗ്രഹം കൊടുക്കുന്നവരായി നമ്മൾ മൂലം നാം അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, മറ്റുള്ളവർ നമ്മളിൽ കൂടി അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. അതുപോലെ നെഹമ്യാവിനെ പോലെ നമുക്കും ദൈവസന്നിധിയിൽ കരഞ്ഞു ഉപവസിച്ചും പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം 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 കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച കർത്താവ് വചനത്തിനായിട്ട് സ്തോത്രം. നെഹമ്യാവിൻ്റെ പ്രാർത്ഥന കർത്താവ് അത് എങ്ങനെയുള്ളതായിരുന്നു? അത് കർത്താവിൻ്റെ സന്നിധിയിലെത്തി. അവൻ 4 മാസക്കാലം കരഞ്ഞു ഉപവസിച്ചും കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവനെ ഏൽപ്പിച്ച
മിഷൻ കർത്താവെ അതിന് അവൻ ലജ്ജിച്ചു പോകാതെ ആ മതിലിൻ്റെ പണി വിജയത്തോടെ തീർക്കുവാൻ 52 ദിവസം കൊണ്ട് തീർക്കുവാൻ കഴിഞ്ഞു. ശത്രു അവിടെ ബലം പ്രയോഗിച്ചുവെങ്കിലും അവനും യഹൂദന്മാർക്കും എതിരായി പ്രവർത്തിച്ചുവെങ്കിലും കർത്താവ് കാവലായി കൂടെ ഇരുന്ന് അതിനെ നിവർത്തിച്ചു കൊടുത്തല്ലോ. കർത്താവെ ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയുണ്ട് എന്ന് ഞങ്ങളെ തന്നെ ശോധന ചെയ്ത് പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കർത്താവ് കാണിച്ച മാതൃക പ്രകാരം ഞങ്ങൾ പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് ദൈവം ഹൃദയങ്ങളിൽ ഇത് വചനം കേട്ടവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.